ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലൂടെ ലഭിച്ച എല്ലാ മേധാവിത്വവും കളഞ്ഞുകുളിച്ച ഇന്ത്യ ലീഡ്സ് ടെസ്റ്റിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പരയിലെ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയെ 5 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് കീഴടക്കിയത്. ഈ വിജയത്തോടെ ആതിഥേയർ 5 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 1-0 മുന്നിലെത്തി. 2 ഇന്നിംഗ്സുകളിലായി ഇന്ത്യൻ താരങ്ങൾ 5 സെഞ്ചുറികൾ നേടിയിട്ടും ബൗളിങ്ങിലെയും ഫീൽഡിങ്ങിലെയും പിഴവുകൾ തോൽവിയിലേക്ക് എത്തിക്കുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് 371 റൺസായിരുന്നു വിജയലക്ഷ്യം. 4ാം ദിനത്തിൽ 6 ഓവർ ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ അവസാന ദിനത്തിൽ വരിഞ്ഞു കെട്ടിയാൽ ഇന്ത്യക്ക് സമനില നേടാമായിരുന്നു. മികച്ച ബൗളിങ്ങിലൂടെ ഓൾ ഔട്ടാക്കിയാൽ ഇന്ത്യക്ക് വിജയിക്കാനും അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ബൗളർമാരിൽ ആർക്കും അവസരത്തിനൊത്ത് ഉയരാനായില്ല. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. വിരാട് കോഹ്ലിയെയും MS ധോണിയെയും സൗരവ് ഗാംഗുലിയെയും പോലെ ശുഭ്മാൻ ഗില്ലിനും ഇംഗ്ലണ്ടിലെ ആദ്യ ടെസ്റ്റ് മത്സരം കൈപ്പേറിയ അനുഭവമായി മാറി. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 471 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 364 റൺസും നേടി പുറത്തായി. ആദ്യ ഇന്നിംഗ്സിൽ 465 റൺസിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് 6 റൺസ് ലീഡ് സമ്മാനിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ തങ്ങളുടെ ബേസ്ബോൾ ശൈലിയിൽ ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് 5 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി വിജയം കൈവരിച്ചു. 2 ഇന്നിംഗ്സുകളിലായി 835 റൺസ് നേടിയിട്ടും ഇന്ത്യയുടെ തോൽവിക്ക് കാരണം മോശം ബൗളിങ്ങും ഫീൽഡിങ്ങുമാണ്. ഇത്രയും റൺസ് സ്കോർ ചെയ്തത് ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെയും ഋഷഭ് പന്തിന്റെയും മാത്രം മിടുക്കാണെന്ന് കൂടി പറയേണ്ടതായി വരും. 2 ഇന്നിംഗ്സുകളിലും മികച്ച നിലയിലായിരുന്ന ഇന്ത്യയുടെ അവസാന 5-6 വിക്കറ്റുകൾ പൊടുന്നനെയാണ് നഷ്ടപ്പെട്ടത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടും തോൽക്കുന്ന 4ാമത്തെ മത്സരമായി ഇത് മാറി. ഇതേ ഗ്രൗണ്ടിൽ 1948 ഇംഗ്ലണ്ടിനെതിരെ 861 റൺസ് നേടിയിട്ടും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. 2022 റാവൽപിണ്ടിയിൽ 847 റൺസ് നേടിയ പാകിസ്ഥാനും ഇംഗ്ലണ്ടിനോട് തോറ്റു. ഇതേ വർഷം ട്രെന്റ് ബ്രിഡ്ജിൽ 837 റൺസ് നേടിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടിരുന്നു. ഒരു മത്സരത്തിൽ 5 വ്യക്തിഗത സെഞ്ചുറികൾ നേടിയിട്ടും തോൽക്കുന്നത് ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമാണ്. 1928-29 മെൽബണിൽ 4 താരങ്ങൾ സെഞ്ചുറി അടിച്ചിട്ടും ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനോട് തോറ്റ ശേഷമുള്ള ആദ്യ പരാജയം കൂടിയായി ഇത് മാറി. 2 ഇന്നിംഗ്സുകളിലും ഇംഗ്ലണ്ടിനായി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ബെൻ ഡെക്കറ്റാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. രണ്ടാം ഇന്നിംഗ്സിൽ 149 റൺസ് എടുത്ത ഡെക്കറ്റ് ആദ്യ ഇന്നിംഗ്സിൽ 62 റൺസ് നേടിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ സാക് ക്രൗലി 65, ജോ റൂട്ട് 53 നോട്ടൌട്ട്, ജാമി സ്മിത്ത് 44 നോട്ടൌട്ട്, ബെൻ സ്റ്റോക്സ് 33 എന്നിവരും ഇംഗ്ലണ്ടിനായി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു. 82ാം ഓവറിലെ അവസാന പന്തിൽ രവീന്ദ്ര ജഡേജയെ സിക്സർ അടിച്ച് ജാമി സ്മിത്താണ് വിന്നിംഗ് ഷോട്ട് പായിച്ചത്. ഇന്ത്യൻ നിരയിൽ ഋഷഭ് പന്ത് 2 സെഞ്ചുറികളുമായി മത്സരത്തിൽ തിളങ്ങിയപ്പോൾ ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ എന്നിവർ ഓരോ സെഞ്ചുറികളും നേടി. അരങ്ങേറ്റ താരം സായ് സുദർശൻ ആദ്യ ഇന്നിംഗ്സിൽ ഡെക്കായെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ 30 റൺസ് നേടി. കരുൺ നായർ ഒരു ഇന്നിംഗ്സിൽ 0 പുറത്തായി. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 20 റൺസ് നേടി. രവീന്ദ്ര ജഡേജ ആദ്യ ഇന്നിംഗ്സിൽ 11 റൺസും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 25 റൺസും സ്വന്തമാക്കി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും രണ്ടാം ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തി. ജയ്സ്വാൾ 4 റൺസ് എടുത്തും ഗിൽ 8 റൺസ് എടുത്തുമാണ് പുറത്തായത്. ഇന്ത്യൻ ബോളിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റുകൾ നേടിയ ബുംറയ്ക്ക് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല. പ്രസീദ് കൃഷ്ണ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുകളും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 2 വിക്കറ്റുകളും സ്വന്തമാക്കി. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ഷർദുൽ താക്കൂർ മൊത്തത്തിൽ നിരാശപ്പെടുത്തി. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകമാണ്. രണ്ടാം ടെസ്റ്റിനുള്ള ടീമിൽ വലിയ മാറ്റങ്ങൾക്കും സാധ്യതയേറെയാണ്. പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ജൂലൈ 2 മുതൽ 6 വരെ ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.